പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ 8ാമത്തെ അധ്യായമായ തുമ്പോലാർച്ചയുടെ 3ാം ഭാഗം ജാരശങ്ക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ അധ്യായം 8 തുമ്പോലാർച്ച ഭാഗം 3 ജാരശങ്ക. തുമ്പോലാർച്ചയ്ക്ക് കുളി തെറ്റി. മാസമുറ വരാത്ത കാര്യം അവൾ രഹസ്യമാക്കി വെച്ചു. ആദ്യം സംശയം വന്നത് മണ്ണാത്തിക്കാണ്. 4-5 മാസമായല്ലോ ആർച്ചക്കുട്ടിക്ക് മാറ്റിവെച്ചിട്ട്. മാസമുറ വന്നാൽ കുളിച്ച് ശുദ്ധമാകണമെങ്കിൽ മണ്ണാത്തി വെക്കുന്ന മാറ്റുടുക്കണം. മാറ്റുവെക്കുന്നില്ലെങ്കിൽ പെൺകുട്ടിക്ക് മാസമുറ ഇല്ലെന്നാണ് ധരിക്കേണ്ടത്. മാസമുറ ഇല്ലെങ്കിൽ അവൾക്ക് വയറ്റിലുണ്ടായിരിക്കും. ആരും കേൾക്കാതെ മണ്ണാത്തി ആർച്ചയോട് സംശയം ചോദിച്ചു. ആർച്ച അവളോട് കയർത്തു. എന്തു ഭോഷത്വമാണ് നീ പറയുന്നത്? ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല. ആർച്ചയെ കുട്ടിയായിരിക്കുന്ന നാൾ തൊട്ട് കാണുന്നതാണല്ലോ മണ്ണാത്തി. അങ്ങനെ ഒരു അപരാധം ആർച്ചക്കുട്ടിക്ക് പറ്റിയിരിപ്പാനിടയില്ലെന്ന് മണ്ണാത്തിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന കാലത്തൊരു നാൾ തുമ്പോലാർച്ച അയലാളർ പെണ്ണുങ്ങളോടൊപ്പം പൂഞ്ചിറയിൽ കുളിപ്പാനായി പോയി. മേൽമുണ്ടഴിച്ച് കടവത്ത് വെച്ച് താളിക്കല്ലേറിയിരുന്ന് അവൾ തലയിൽ താളി തേച്ചു. ആർച്ചയുടെ മേനിമിനിപ്പും കവിളത്തെ തുടുപ്പും കണ്ട് പെണ്ണൊരുത്തി ചോദിച്ചു, ആർച്ചേ, നിനക്ക് എന്താണൊരു മാറ്റം? വയറ്റിലുണ്ടായിരിക്കുമ്പോഴല്ലേ ഇമാതിരി മാറ്റങ്ങൾ കാണുന്നത്? എനിക്ക് വയറ്റിലുണ്ടാവാനോ? അതിന് ആണുങ്ങളാരും എന്നെ തൊട്ടിട്ടില്ല. കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ എടുത്തു നടന്നിട്ടുണ്ട്. നിന്റെ മുലക്കണ്ണ് കറുത്തിരിക്കുന്നു, അടിവയർ തടിച്ചിട്ടുണ്ട്. മറുമൊഴി പറയാതെ ആർച്ച വേഗം കുളി കഴിച്ചു. കൂടെ വന്ന പെണ്ണുങ്ങൾ ചിറയിൽ നിന്ന് കയറിയിട്ടില്ല. ആർച്ച ആരെയും കാത്തു നിന്നില്ല. ചെമ്പിട്ട പടിപ്പുര കടന്ന് പടകാളി മുറ്റം താണ്ടി 4 കെട്ടിനകത്തേക്ക് പോയി. കുളി കഴിഞ്ഞു മടങ്ങുന്ന വഴി അയലാളർ പെണ്ണുങ്ങൾ മികച്ചേരി വീട്ടിലെത്തി. ഉമ്മറത്തിരിക്കുന്ന കൊങ്കിയമ്മയുടെ മുമ്പിൽ അവർ കൂട്ടം കൂടി നിന്നു. എന്താണ് പെണ്ണുങ്ങളെ പതിവില്ലാത്തൊരു വരവ്? മകളെ കണ്ടുവോ കൊങ്കിയമ്മേ? ആർച്ച നിങ്ങളോടൊപ്പമല്ലേ പൂഞ്ചിറയിൽ കുളിപ്പാൻ വന്നത്? കുളി കഴിഞ്ഞ് അവൾ വന്നല്ലോ, അകത്തേക്ക് പോയിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതല്ല പറയാൻ വന്നത്. അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അവൾക്ക് ചന്തം വെച്ചിരിക്കുന്നു, മേനി മിനുങ്ങിയിരിക്കുന്നു. മേൽമുണ്ടഴിച്ചപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. അവളുടെ മുലക്കണ്ണ് കറുത്തിട്ടുണ്ട്, അടിവയർ കനത്തിട്ടുണ്ട്. കൊങ്കിയമ്മ മകളെ വിളിച്ചു. അമ്മയുടെ വിളി കേട്ട് അവൾ ഉമ്മറത്തേക്ക് വന്നു. അയലാളർ പെണ്ണുങ്ങൾ അമ്മയുടെ മുമ്പിൽ കൂട്ടം കൂടി നിൽപ്പുണ്ടല്ലോ. കൊങ്കിയമ്മ മകളെ കണ്ണുകൊണ്ട് അടിമുടി ഒഴിഞ്ഞു. പെണ്ണുങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. ആരാണടി നിന്നെ തൊട്ടത്? എന്താണ് നിന്റെ മേനി മിനുങ്ങിയിരിക്കുന്നത്, അടിവയർ തടിച്ചിരിക്കുന്നത്? ആർച്ച പകരം ഏതും പറയാതെ മുഖം കുനിച്ചു നിന്നു. എൻ്റെ കൈ പിടിച്ചത് ആരോമരാങ്ങളെയാണെന്ന് എങ്ങനെ പറയും? അച്ഛൻ്റെ മരുമകനാണെങ്കിലും ആരോമരാങ്ങളയ്ക്ക് മകൻ്റെ സ്ഥാനമാണ് അച്ഛനും അമ്മയും കൊടുത്തിരിക്കുന്നത്. ഈ രഹസ്യം ഞാനായിട്ട് വെളിപ്പെടുത്തുന്നത് ചേകവർക്ക് കുറച്ചിലാണ്. ചേകവർ വരും. നേരമ്മാവനോട് നേരിട്ട കാര്യങ്ങൾ പറയും. ആരോമരാങ്ങളെ വരും, വരാതിരിക്കില്ല. ഉള്ളവണ്ണം പറയുകയാണ് പെണ്ണെ നിനക്ക് നല്ലത്. അച്ഛൻ അറിഞ്ഞാൽ നിന്നെ വെടിവെച്ച് കൊല്ലും. എന്നിട്ടും അവൾ ഉരുവാട്ടമില്ലാതെ നിന്നു. അന്നേരം പടിപ്പുര കടന്ന് അച്ഛൻ വരുന്നത് ആർച്ച കണ്ടു. അച്ഛൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ. കാട്ടുപന്നിയോ മുയലിനെയോ വെടിവെക്കാൻ പോയതായിരിക്കും. ഒന്നിനെയും കിട്ടിയിട്ടുണ്ടാവില്ല. ഉമ്മറത്തെ പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്നത് കണ്ട് അച്ഛൻ മുറ്റത്തു തന്നെ നിന്നു. പെണ്ണുങ്ങൾ അച്ഛനെ കണ്ടതോടെ പടിയും പടിപ്പുര കടന്നുപോയി. അച്ഛൻ ഉമ്മറത്തേക്ക് കയറി. എന്താണ് കൊങ്കി? ആർച്ച തലകുമ്പിട്ട് നിൽക്കുന്നത്. അമ്മ ഒന്നും മറയ്ക്കാതെ ഉള്ള കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. അത് കേട്ട് അച്ഛന് തളർച്ച വന്നു. എന്തു പറ്റി നിനക്കെൻ്റെ പൊന്നുമകളെ? ആരാണ് നിന്നെ തൊട്ടത്? യോഗ്യനെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ അവന് മംഗലം കഴിച്ചു കൊടുക്കുമല്ലോ. അവൾ അപ്പോഴും തല കുമ്പിട്ട് നിൽപ്പാണ്. ഒരക്ഷരം പറയുന്നില്ല. നിനക്കൊത്തൊരു പുരുഷനെ ഏറിയ നാട്ടിൽ തിരഞ്ഞതല്ലേ അച്ഛൻ? ആരെയും നിനക്ക് ശരിബോധിച്ചില്ല. ഇപ്പോൾ അവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വിഷയമായി. ദേശവാഴിയെയും നാടുവാഴിയെയും പറഞ്ഞു നിർത്താം. എൻ്റെ ആരോമര അറിഞ്ഞാൽ എന്തുണ്ടാവും? നിന്റെ മൂത്ത ആങ്ങളയല്ലേ അവൻ. മികച്ചേരി വീട്ടിനും പുത്തൂരം വീട്ടിനും നീ മാനക്കേട് വരുത്തി വെച്ചല്ലോ പെണ്ണെ. ഇനി നിന്നെ വെച്ചേക്കുന്നില്ല എന്നും പറഞ്ഞ് അച്ഛൻ നിറത്തോക്കെടുത്തു.
കൊങ്കിയമ്മ ഉടനെ തോക്ക് പിടിച്ചു വാങ്ങി. അന്നേരം അച്ഛൻ വാളെടുത്തു. അമ്മ വാളും പിടിച്ചു വാങ്ങി. എന്തു തന്നെ പറഞ്ഞാലും ഈറ്റക്കല്ലെറിയ പെണ്ണിനെ ദൈവത്തെ പോലെ വിചാരിക്കണം. പാപമാണ് ഇവൾ ചെയ്തതെങ്കിലും ഇപ്പോൾ ഇവളെ വെടിവെച്ചു കൊന്നാലോ വെട്ടിക്കൊന്നാലോ ദൈവകോപമുണ്ടാകും. വിട്ടേക്കൂ, തീർത്താൽ തീരാത്ത ദോഷമുണ്ടാവും. ഇവളെ എനിക്ക് കാണുകയേ വേണ്ട. പടിക്ക് പുറത്താക്കണം ഈ നിമിഷം. അമ്മ അച്ഛനെ സമാധാനിപ്പിച്ചു. 4 നാൾ കഴിയട്ടെ, അതിനകം അവൾ സത്യം പറഞ്ഞുകൊള്ളും. എങ്കിലവളെ ഉരപ്പുരയിൽ കൊണ്ടുചെന്നാക്ക്. അരിയൂറ്റിയ വെള്ളം കൊടുത്തു പോകരുത്. അച്ഛൻ കുതിരപ്പന്തിയിൽ ചെന്നിരുന്ന് കണ്ണീരൊഴുക്കി. ചേകവർ കരയുന്നത് ആരും കാണരുത്. ആർച്ചയെ അമ്മ ഉരൽപ്പുരയിൽ കൊണ്ടാക്കി. എന്താണുണ്ടായത് എന്ന് 4 നാൾക്കകം നീ എന്നോട് പറയണം. ഏതൊരു പുരുഷനാണ് നിന്റെ മേനി സ്പർശിച്ചതെന്ന് സത്യമായിട്ട് പറയണം. 4 നാൾ കഴിഞ്ഞിട്ടും ആർച്ച വാ തുറന്നില്ല. കൊല്ലാനും ശക്തിയില്ല, പടിക്ക് പുറത്താക്കാനും വയ്യ. അമ്മ ഉരൽപ്പുരയിലേക്ക് പോയതേയില്ല. അടിച്ചു തളിക്കുന്ന പെണ്ണുങ്ങൾ അവൾക്ക് വല്ലപ്പോഴും ആഹാരം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയൊരു മകളില്ലെന്ന് നിരൂപിച്ച് അച്ഛൻ പകിടകളിയിലും നായാട്ടിലും മുഴുകി.